ഗൈസ്, ഇന്ന് നമ്മളൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ സാധനം മേടിക്കാനായിട്ട് നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലൊരു മിനി സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ കടയാണ്. ഫസ്റ്റ് നമ്മൾ മേടിച്ചത് തേങ്ങയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏലക്ക, അതിനുശേഷം നമുക്ക് ഈത്തപ്പഴം, അതിനുശേഷം വേണ്ടത് കോൺഫ്ലവർ. നല്ല കോൺഫ്ലവറാണ് ഗൈസ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അടുത്തതായിട്ട് വേണ്ടത് ഷുഗറാണ്, പഞ്ചസാര. നല്ല മിൽമ ഗീയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് മുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ്. നെക്സ്റ്റ് നമ്മൾ തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. തേങ്ങ പൊട്ടിച്ചു, തേങ്ങ റെഡി. തേങ്ങ ചിരുകി ഞാനിയാണ് നമ്മുടെ മിക്സിയിൽ തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിലാണ് നമ്മൾ സിമ്പിൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ തേങ്ങയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാനിയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ചു. നന്നായി കുറിയ പാലല്ല, ഒത്തിരി വെള്ളം ചേർത്ത പാലാണ്. ഞാൻ സ്പൂൺ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അതാണ് ഞാൻ വീണ്ടും തിരിച്ചു പോയത്. ആ സ്പൂണ് എടുത്തു ഗൈസ്, സ്പൂണ് കിട്ടി. അത് കഴിഞ്ഞ് കോൺഫ്ലവർ വെള്ളത്തിലും പഞ്ചസാരയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത് നമ്മൾ ഈ തേങ്ങാപ്പാലിലോട്ട് നന്നായിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലിലോട്ട് കോൺഫ്ലവറും പഞ്ചസാരയൊക്കെ മിക്സ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ഗ്യാസ് കത്തിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ഗ്യാസ് കത്തിച്ചപ്പോൾ കാറ്റ് വന്ന് തീ അണഞ്ഞു പോയി. നെക്സ്റ്റ് ടൈം നമുക്ക് കത്തിക്കാം. കത്തില്ലേ നോക്കാം. കത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു നന്നായിട്ട് ഇളക്കണം. അതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഗൈസ്. തീ ഒന്ന് കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആവണം. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചതല്ല, കുറച്ചൊന്ന് നമ്മൾ കുട്ടിയൊക്കെ കുറുക്ക് കാച്ചൂലേ, അതുപോലെ ഒരു കുറുക്കായിട്ട് നമുക്കിത് കിട്ടണം. ഇങ്ങനെ കുറുക്കി നമ്മൾ കൈ എടുക്കാനേ പാടില്ല, നന്നായിട്ട് കുറുക്കിക്കൊണ്ടേ ഇരിക്കണം. കുറുകി വരുന്നത് വരെ നമ്മൾ കാക്കണം. അതിനുശേഷം നമ്മൾ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യണം. നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞ് ഏലക്ക നമ്മൾ ഇടുകയാണ് ഗൈസ്. ഏലക്ക ഇട്ടു. തീ ഒന്ന് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഒഴിക്കാൻ വേണ്ടി പാത്രം എടുക്കണം. നല്ലൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നെയ്യ് കുറച്ച് പുരട്ടണം. നമ്മൾ കൈ കൊണ്ട് പുരട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് കവർ ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടാണ് പാത്രത്തിനകത്ത് നെയ്യ് പുരട്ടുന്നത്. എല്ലാ വശത്തും നന്നായിട്ട് പുരട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ പുഡിങ് തയ്യാറാക്കി അതിലൊഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഈന്തപ്പഴം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കും. കുറേ ഈന്തപ്പഴം ഉണ്ട് ഗൈസ്, ഞാൻ നന്നായിട്ടാണ് ഗാർണിഷ് ചെയ്തത്. നന്നായിട്ട് പറക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതെല്ലാം വച്ചതിന് ശേഷം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുറേ ഈത്തപ്പഴമുണ്ട്, നമ്മൾ കുറേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. സിമ്പിളൊരു പുഡിങ്ങാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതുതന്നെ നാനി വന്നിട്ടുണ്ട്. നാനിക്ക് ഈ പുഡിങ് ഒരുപാട് ഇഷ്ടമായി, നമ്മൾ കഴിച്ചു. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. അപ്പോഴും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ